ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഇരുളിനെ അകറ്റുന്ന വെളിച്ചം. പ്രിയരെ, കേരളത്തിൽ അനേക നൂറ്റാണ്ടുകളിൽ നിലനിന്നുവരുന്ന അപരിഷ്കൃതങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ അവ എത്ര നൂറ്റാണ്ട് നടപ്പിലിരുന്നുവോ അത്രയും കാലം കൊണ്ട് മാത്രമേ മാറ്റിക്കിട്ടാൻ സാധിക്കൂ. അപ്പോൾ ഗുരുദേവൻ 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടന്ന ഒരു മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ചു വെച്ചെങ്കിലേ ആ ഇരുൾ മാറുകയുള്ളൂ എന്നുണ്ടോ? ഈ ഭൂമി ഉരുണ്ടതാണെന്ന ശാസ്ത്രജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഭൂമി പരന്നതാണെന്ന സങ്കല്പമാണല്ലോ മനുഷ്യന് ഉണ്ടായിരുന്നത്. ആദ്യ മനുഷ്യന്റെ പിറവി മുതൽ ഈ ശാസ്ത്രജ്ഞാനം വരുന്നതുവരെയുള്ള എത്രയോ നീണ്ട കാലഘട്ടത്തെ അജ്ഞാനമാണ് ഈ ഒരു പുതിയ അറിവിലൂടെ വേഗം ഇല്ലാതായത്. ഒരാളിൽ നിലനിൽക്കുന്ന ഏതൊരു അജ്ഞാനത്തെയും ദൂരീകരിക്കുവാൻ ആ അജ്ഞാനം നിലനിന്നിരുന്ന അത്രയും കാലത്തെ വിദ്യ ആവശ്യമില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം മറ്റൊന്നില്ല. അറിവുണ്ടായാൽ എത്ര കാലമായി നിലകൊള്ളുന്ന അജ്ഞാനവും ഞൊടിയിട കൊണ്ട് നീങ്ങിപ്പോകും. അതുപോലെയാണ് അപരിഷ്കൃതവും നിന്ദ്യവുമായ ആചാരങ്ങളും. പുതിയ അറിവും ചിന്തയും ആചാരങ്ങളും ഉണ്ടാകുമ്പോൾ കാലാകാലങ്ങളായി സമൂഹത്തെ ദുഷിപ്പിച്ച് നിലനിന്നു വന്നിരുന്ന അനാചാരങ്ങളും അജ്ഞാനവും ഇല്ലാതാകും. അതിനു പാകമായ നിലയിൽ പുതിയ അറിവുകളെ അറിയുവാനും സ്വാംശീകരിക്കുവാനും കഴിയുന്ന വിധം നമ്മുടെ ആന്തരിക തലങ്ങളെ ശുദ്ധമാക്കി വെക്കണം. അപ്പോഴേ ഈ ലോകത്തിന്റെ ഗതിവേഗത്തെ ഉൾക്കൊള്ളുവാനും ജീവിതത്തെ അതിനോട് പൊരുത്തപ്പെടുത്തുവാനും കഴിയൂ. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.